അപ്പൂന് വേണ്ടി മേടിച്ച കളിപ്പാട്ടമാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിൽ എൻ്റെ കസിൻ്റെ കയ്യിൽ, ബിഷാന്ത് എന്ന് പറഞ്ഞിട്ട് കസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ കളിപ്പാട്ടം. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടൊക്കെ ഉണ്ട് ഒരുപാട് പ്രാവശ്യം. പക്ഷേ എനിക്കെന്തോ പിന്നീട് ഇത് വളർന്നപ്പോൾ കണ്ടപ്പോൾ മേടിക്കണം എന്ന് തോന്നി. പിന്നെ വലുതായിട്ടിരുന്ന് വാങ്ങിച്ച് കളിക്കുന്ന മോശമല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കല്യാണം കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായത്. എന്നാൽ കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചാലോ, അങ്ങനെ കുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങളെല്ലാം അമ്മ വാങ്ങിച്ച് കളിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ മേടിച്ച കളിപ്പാട്ടമാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. നമ്മുടെ കൊച്ചിയിലുള്ള ഫ്രിസ്ബി കൊച്ചി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴി കണ്ടിട്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് മേടിച്ചതാണ് കേട്ടോ. ഓൺലൈൻ വഴി മേടിച്ചതാണ്. അവരെനിക്ക് 889 റുപ്പീസ് പ്ലസ് 150 ആണ് ചാർജ് ചെയ്തത്. 150 DTDC കൊറിയറിന് വേണ്ടിയിട്ടായിരുന്നു. DTDCയിലൂടെ അവർ 4 to 5 ഡേയ്സിനകം കിട്ടും എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് കൃത്യം 4 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടി. വളരെ നല്ല പാക്കിംഗ് ആയിരുന്നു. ഇതിങ്ങനൊരു ട്രോളി പോലെയൊക്കെ ആയിരിക്കും കേട്ടോ. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ ഈ ഒരുപാട് സ്ക്രീൻ ടൈം മൊബൈൽ TV ഒക്കെ കൊടുക്കുന്നതിന് വരെ ഇതുപോലെ കുറേ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്താൽ മതി. കളിച്ചെങ്കിൽ തിന്നോളും. കുറേ പൊട്ടിക്കും, പിള്ളേരല്ലേ, പൊട്ടിക്കാതൊന്നും ആരും പഠിക്കില്ല. നമ്മളെന്താ പൊട്ടിച്ചിട്ടില്ലേ, അവരങ്ങ് പൊട്ടിച്ചോട്ടേന്നേ. കുറേ പൊട്ടിക്കും, കുറേ വാരി എറിയും, കുറേ മുറ്റത്തെറിയും, കുറേ എവിടെയെങ്കിലുമൊക്കെ എറിയും. അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ വളരട്ടെന്നേ. അപ്പോൾ എന്തായാലും ഈ കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ട്. അടുക്കും ചിട്ടയോടും കൂടി കുട്ടികൾ വളർത്തുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്. കുട്ടികളുടെ കയ്യിൽ നിന്ന് കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കളിപ്പാട്ടം എങ്ങനെയാണ് തുറക്കാമെന്നൊക്കെ ഞാനിങ്ങനെ അന്തം വിട്ട് കുന്തം വിഞ്ഞ് പോലെ ഇരുന്നപ്പോൾ എൻ്റെ കെട്ടിയവൻ പറഞ്ഞു, ഇതേ കണ്ടില്ലേ, ഓപ്പൺ എഴുതി വെച്ച് ആരും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എന്തൊരു മന്ദബുദ്ധിയാണ് ഞാനെന്ന്. അങ്ങനെ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്തപ്പോൾ ദേ അകത്തെന്താ, ഇഷ്ടം പോലെ ഫിഷാണ്. 2 കയ്യിലും ചൂണ്ടയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ പിടിക്കാം. ഇതിങ്ങനെ സ്വിച്ചുണ്ട് സൈഡിൽ, കണ്ടോ, ഒരു വെള്ള സ്വിച്ച് ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഇട്ടില്ല. ആ സ്വിച്ച് ഓൺ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇട്ട് നോക്കിയായിരുന്നു. വീഡിയോ എടുക്കാൻ മറന്നു പോയതാ കേട്ടോ. ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്കത് എന്താണ്, ഫിഷ് പിടിക്കാൻ പറ്റും, സൈഡിൽ വയ്ക്കാം. പിന്നെ താഴെ ഒരു ടൈപ്പ് ചാർജിങ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചാർജിങ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ബാറ്ററി ഇതായിപ്പോൾ തൊട്ട സ്ഥലത്താണ് ചാർജർ കൊടുത്ത്. പിന്നെ ഇതേപോലെ ട്രോളി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം.